തൃശൂർ പൂരത്തിന് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റുന്നത് കൊല്ലത്തു നിന്നുള്ള ഗജരാജൻ തൃക്കടവൂർ ശിവരാജു. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ പൂരത്തിലേക്ക് ശിവരാജു എത്തുന്നത്. നേരത്തെ ഒരു തവണ തൃശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും തിടമ്പേറ്റാനുള്ള നിയോഗം ഇതാദ്യമായാണ്. തൃക്കടവൂരിൽ നിന്നും കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഒരു സന്തോഷ വർത്തമാനമുണ്ട്. കാര്യം ഇത്തവണ പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്, തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത് ശിവരാജു ആണ്, തൃക്കടവൂർ ശിവരാജു. നേരത്തെ ഒരു തവണ തൃശ്ശൂർ പൂരത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ അന്ന് തിടമ്പേറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നില്ല. ആ പൂരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ വ്യത്യസ്തമാണ്. പൂരത്തിൽ പങ്കെടുക്കാൻ ശിവരാജു കൊണ്ട് തെക്കോട്ടിറക്കത്തിലായാലും കുടമാര സമയത്തും പാറമേക്കാവിലമ്മയുടെ തിടമ്പേറ്റുക എന്നുള്ള ഒരു നിയോഗം ശിവരാജുവിനെ തിരിക്കുന്നു. കുഞ്ഞുനാളിൽ 8 വയസ്സുള്ളപ്പോഴാണ് നമ്മുടെ ശിവരാജുവിനെ കോന്നിയിൽ ഫോറസ്റ്റിൽ നിന്ന് നമ്മുടെ 1988 ഫെബ്രുവരി 12-ാം തീയതിയാണ് ഇവിടെ നടക്കയിരുത്തുന്നത്. അതിനുശേഷം ഇന്ന് ഒരു ഗജവീരനായി നമ്മുടെ കേരളത്തിലുടനീളം മഹാക്ഷേത്രങ്ങളിൽ തിടമ്പേറ്റുന്നുള്ളൊരു അവസരം ശിവരാജനുണ്ടായിട്ടുണ്ട്. ഇപ്പോഴീ പാറമേക്കാവിലെ ദേവിയുടെ പൂരം നടക്കുന്നതിന് തിടമ്പേറ്റാനായിട്ട് നമുക്ക് ഒരു അവസരം ശിവരാജന് കിട്ടിയിട്ടുണ്ട്. അതിന് 26-ാം തീയതി ശിവരാജു അതിൽ പങ്കെടുക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും അതിൽ വളരെ സന്തോഷവാന്മാരാണ്. തിടമ്പേറ്റാൻ കൊണ്ടുപോവാണ്. വലിയ സന്തോഷത്തിലാണോ? വലിയ സന്തോഷമാണ്. ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. തൃക്കടവൂർ ശിവരാജുവിനെ പാറമേക്കാവിലെ തിടമ്പേറ്റാൻ കൊണ്ടുപോകുന്ന ഒരു സന്തോഷമാണ്. രണ്ടുപേരും ഉണ്ടല്ലേ? രണ്ടുപേരും. ഞാനിപ്പോൾ ഒരു 2.5 മാസമായിട്ടുള്ളൂ വന്നിട്ട്. എന്നാലും വളരെയധികം സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നതിൽ. എല്ലാവർക്കും അങ്ങനെ കിട്ടുന്നൊരു ഭാഗ്യമല്ല. പിന്നെ ഈ ആനയ്ക്ക് ഒരു വളരെയധികം സന്തോഷമുണ്ട്. വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ തന്നെ. വർഷങ്ങളോളം നിന്നാൽ പോലും ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടുന്നവരില്ല. ഈ ഏക്കത്തുക എത്ര? 255. പൈസയല്ല, 2.5 ലക്ഷം രൂപയാണ് ഏക്കത്തുകയായി. അതായത് ഈ ആനയെ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തുക. പിന്നെ അടയ്ക്കേണ്ടത്, പിന്നെ യാത്രാ ചെലവുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നേരത്തെ ഈ ശിവരാജുവിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് തൃക്കടവൂരുകാർക്ക് വലിയ രീതിയിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. പിന്നീട് വിദഗ്ധ മെഡിക്കൽ സംഘം പരിശോധിച്ച് അതിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിടമ്പേറ്റാനുള്ള നിയോഗവുമായി തൃക്കടവൂർ ശിവരാജു തൃശ്ശൂരേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. തിടമ്പെടുക്കുന്ന കാണാനായിട്ട് എട്ടുകരയിലെ ഭക്തജനങ്ങൾ അവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബസ്സൊക്കെ പിടിച്ച് ഞാനിവിടെ വന്നപ്പം ആദ്യം പറഞ്ഞ് ബസ്സൊക്കെ പിടിച്ച് ബസ് ബുക്ക് ചെയ്ത് പോകാനുള്ള തീരുമാനത്തിലേക്കാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ശിവരാജുവിന് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഈ തൃക്കടവൂർ നിവാസികളായിട്ടുള്ളവരെല്ലാം തന്നെ. ക്യാമറമാൻ ഷാനോസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.